നമസ്കാരം, സണ്ണി സീഡ്സ് PSC ക്ലാസ്സിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള 200 GK ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ ഒരു അരമണിക്കൂർ സ്പെയർ ചെയ്താൽ നിങ്ങൾക്ക് 200 ചോദ്യങ്ങൾ മനസ്സിലാകും. അതുപോലെ തന്നെ PSC ബുള്ളറ്റിൻ്റെ പ്രാധാന്യം നിങ്ങൾ കുറച്ച് കാണരുത്. PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം PSC ബുള്ളറ്റിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ബുള്ളറ്റിനും SCERT ടെക്സ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് PSC ബുള്ളറ്റിനിൽ നിന്നുള്ള GK ചോദ്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ബുള്ളറ്റിൽ നിന്നുള്ള ചോദ്യങ്ങൾ ആദ്യം കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ഇട്ട് വീഡിയോ കാണണം. കാരണം ചെറുതായിട്ടാണ് നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫുൾ സ്ക്രീൻ ഇട്ട് തന്നെ വീഡിയോ കാണുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. കാരണം 200 ചോദ്യങ്ങൾ നമുക്ക് കിട്ടും അരമണിക്കൂറിനുള്ളിൽ. അപ്പോൾ റിപ്പീറ്റായിട്ട് കേൾക്കാൻ സമയമുണ്ടെങ്കിൽ കേൾക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഹോഗനക്കൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കാവേരി. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ഏതാണ്? ആനയാണ്. നവമുകുന്ദ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുനാവായ. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി എവിടെയാണ്? കൊച്ചിയിലാണ്. നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെ. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എവിടെയാണ്? ന്യൂഡൽഹി. നാഷണൽ ജിയോഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൈദരാബാദിൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി എവിടെയാണ്? ഭോപ്പാൽ. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഒന്നുകൂടി പറയാം. ഹോഗനക്കൽ വെള്ളച്ചാട്ടം കാവേരിയിലാണ്. 4 കാലുകളുടെയും മുട്ടുകൾ ഒരുപോലെ മടക്കാൻ കഴിയുന്ന മൃഗം ആനയാണ്. നാവാമുകുന്ദ ക്ഷേത്രം തിരുനാവായയിലാണ്. നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി കൊച്ചിയിൽ. ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെയാണ്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഡൽഹിയിലാണ്. നാഷണൽ ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഹൈദരാബാദിൽ. നാഷണൽ ജുഡീഷ്യൽ അക്കാഡമി ഭോപ്പാലിൽ. തെറ്റിപ്പോരുത്. ജുഡീഷ്യൽ അക്കാഡമി ഭോപ്പാലിലും ജിയോ ഫിസിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഹൈദരാബാദിലും ഫിസിക്കൽ ലബോറട്ടറി ന്യൂഡൽഹിയിലും ഫിലിം ആർക്കൈവ്സിൻ്റെ ആസ്ഥാനം പൂനെയുമാണ്. അതുപോലെ നാവിക പരിശീലന കേന്ദ്രമായ INS വെണ്ടുരുത്തി കൊച്ചിയിലുമാണ്. കൺഫ്യൂഷനില്ലല്ലോ. തുടർന്ന് നോക്കാം. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റു. നാഗാർജുന സാഗർ ഡാം ഏത് നദിയിലാണ്? കൃഷ്ണ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമി. നീലഗിരി എന്തിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ് നീലഗിരി. നീണ്ടകര ഫിഷിംഗ് ഹാർബർ ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിൽ. നീതിയുടെ ചങ്ങല സ്ഥാപിച്ച മുഗൾ ചക്രവർത്തി? ജഹാംഗീർ. നൂൻമതി എണ്ണ ശുദ്ധീകരണശാല ഏത് സംസ്ഥാനത്താണ്? അസം. നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ പ്രകാശം എന്നാണ് നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പം നീണ്ടകര ഫിഷിംഗ് ഹാർബർ എവിടെയാണ്? കൊല്ലം. നീലഗിരി എന്തിൻ്റെ ഭാഗമാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 200 ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ 200 ചോദ്യങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ചുമ്മാതെ നമ്മൾ 200 ചോദ്യം കേട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഒന്നും കാണത്തില്ല. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ബോറായിട്ട് തോന്നാം, പക്ഷേ പ്രൊഡക്റ്റീവ് ആയിരിക്കും. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ട് ക്ഷമയോടെ വീഡിയോ കാണണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് നൂർജഹാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ലോകത്തിൻ്റെ പ്രകാശം. നൂർജഹാൻ്റെ പഴയ പേരെന്താണ്? മെഹറുനിസ എന്നാണ് നൂർജഹാൻ്റെ പഴയ പേര്. സാഹിത്യ നൊബേൽ ജേതാവ് ആരാണ്? JM കൂട്സെയാണ് 100ാമത്തെ സാഹിത്യ നൊബേൽ ജേതാവ്. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ എന്ത് നിറത്തിൽ കാണപ്പെടും? കറുപ്പ് നിറത്തിൽ. പച്ചയില ചുവപ്പ് പ്രകാശത്തിൽ ഏത് നിറത്തിലാണ് കാണുന്നത്? കറുപ്പ് നിറത്തിൽ. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ ഏത് സംസ്ഥാനത്തിലാണ്? കർണാടകം. പട്ടടയ്ക്കൽ മന്ദിരങ്ങൾ കർണാടകം. പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ച സമ്മേളനം ഏതാണ്? ബാന്തൂങ് സമ്മേളനത്തിലാണ് പഞ്ചശീല തത്വങ്ങൾ ആവിഷ്കരിച്ചത്. എന്താണ് പഞ്ചശീല തത്വങ്ങൾ? നോക്കാം. 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. ജവഹർലാൽ നെഹ്റുവും അന്ന് ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായുമായിട്ടാണ് ഈ പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുന്നത്. 1954 ഏപ്രിൽ 29-നായിരുന്നു ഇവർ ഇതിൽ ഒപ്പുവെച്ചത്. ചൈനയുമായിട്ട് ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വമെങ്കിലും എല്ലാ രാജ്യങ്ങളോടുമുള്ള ഇന്ത്യയുടെ സമീപനം ഇതുതന്നെയാണ്. എന്തൊക്കെയാണ് അതിൽ പറയുന്നത് നോക്കാം. രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക. ആദ്യത്തെ തത്വം അതാണ്. രാഷ്ട്രങ്ങളുടെ അതിരുകളെയും പരമാധികാരത്തെയും പരസ്പരം ബഹുമാനിക്കുക. 2, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക. 3, സമത്വവും പരസ്പര നേട്ടവും ഉറപ്പുവരുത്തുക. 4, പരസ്പരം ആക്രമിക്കാതിരിക്കുക. 5, സമാധാനപരമായ സഹവർത്തിത്വവും സാമ്പത്തിക സഹകരണവും ഉറപ്പുവരുത്തുക. ഇതായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. പഞ്ചശീല തത്വങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് തിരിച്ച് 200 ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ചോദ്യം,
പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. പഞ്ചാബിലെ നദികളിൽ ഏറ്റവും വലുത് സത്ലജ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ലാലാ ലജ്പത് റായ്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് ദിനമായി ആചരിക്കുന്നത് ഫെബ്രുവരി 19. അപ്പോൾ പഞ്ചായത്ത് രാജിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 19 ആണ്. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പമ്പയുടെ പതനസ്ഥാനം വേമ്പനാട് കായൽ. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത കാരയ്ക്കലമ്മയാണ്. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് എന്താണ്? ഏലക്കായാണ്. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കായാണ്. അപ്പോൾ പഞ്ചായത്ത് രാജ് ജവഹർലാൽ നെഹ്റു ആണ് ആ പേര് നൽകിയത്. പഞ്ചായത്ത് രാജ് ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 19. പമ്പയുടെ പതന സ്ഥാനം ഏതാണ്? വേമ്പനാട് കായൽ. പറയിപെറ്റ പന്തിരുകുലത്തിലെ ഏക വനിത കാരയ്ക്കലമ്മ. പറുദീസയിലെ വിത്ത് എന്നറിയപ്പെടുന്നത് ഏലക്കായ്. പാമ്പുകളുടെ രാജാവ് രാജവെമ്പാലയാണ് പാമ്പുകളുടെ രാജാവ്. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭാ സ്പീക്കറാണ് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ്. പാർലമെൻറ്റ് നടപടിക്രമങ്ങളിൽ ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിച്ച വർഷം 1962 സീറോ ഓവർ. 1962 ശൂന്യവേള എന്ന സമ്പ്രദായം ഇന്ത്യയിൽ ആരംഭിക്കുന്നത് 1962. എന്താണ് സീറോ അവർ എന്നറിയാമോ? സീറോ അവർ എന്ന് പറയുന്നത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സുപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ ഉന്നയിക്കാൻ പറ്റുന്ന സമയമാണ് ഈ സീറോ അവർ, ശൂന്യവേള എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ആവശ്യമായിട്ടുള്ള വിഷയങ്ങളായിരിക്കും ആ സമയത്ത് ഉന്നയിക്കുന്നത്. അതായത് ബ്രിട്ടീഷ് MP ജൂലിയൻ അമേരിയാണ് ഈ സീറോ അവർ എന്ന ആശയം രൂപപ്പെടുത്തിയത്. 1962 അത് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇത് അവതരിപ്പിച്ചത് അന്നത്തെ ലോക്സഭാ സ്പീക്കറായിരുന്ന ഹുക്കാം സിംഗ് ആണ്. അടിയന്തര പൊതു പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കാനുള്ള MP-മാരുടെ അവസരം, അതാണ് നമുക്ക് സീറോ അവർ അല്ലെങ്കിൽ ശൂന്യവേള എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1962 ഈ ആശയം ഇന്ത്യയിലെത്തുന്നത്. തുടർന്ന് പഠിക്കാം. പാറ്റ്ന നഗരം സ്ഥാപിച്ചത് ആരാണ്? ഷേർഷായാണ്. പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ആറന്മുളയാണ്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം എന്നോർക്കുക. പാർത്ഥസാരഥി ക്ഷേത്രം എവിടെയാണ്? ആറന്മുള. പാർത്ഥിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തനാരാണ്? ഗോണ്ടേ ഫെർണസ് ആണ് പാർത്ഥിയൻ ഭരണാധികാരികളിൽ ഏറ്റവും പ്രശസ്തൻ. പ്രൊനൗൺസിയേഷൻ ഗോണ്ടോഫോൺസ് എന്നാണ്, ഗോണ്ടോഫോൺസ്. അപ്പോൾ ഇത് എന്താണ് പാർത്ഥിയൻ കിങ്ഡം എന്ന് പറയുന്നത്? BCE 3-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇറാനിയൻ പീഠഭൂമിയുടെ വടക്കൻ ഭാഗങ്ങളിലെ നാടോടികൾ കരാംകും മരുഭൂമിയിലെ പാർത്ഥിയൻ കേന്ദ്രമാക്കിയിട്ടൊരു സാമ്രാജ്യം തുടങ്ങി. അതാണ് പാർത്ഥിയൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ഫൗണ്ടർ ഓഫ് ഇൻഡോ പാർത്ഥിയൻ കിങ്ഡം എന്ന് ചോദിച്ചാലും ഗോണ്ടോഫോൺസ് ആണ്. ഓക്കെ, അപ്പോൾ തുടർന്ന് പഠിക്കാം നമുക്ക്. പാണ്ഡ്യയുടെ ജന്മദേശം ചൈനയാണ്. പാണ്ഡ്യയുടെ ജന്മദേശം. പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത് എന്താണ്? ജീനുകളാണ് പാരമ്പര്യ ഗുണങ്ങളെ അടുത്ത തലമുറയിലേക്ക് പകരാൻ സഹായിക്കുന്നത്. പാലക്കാട് കോട്ട നിർമ്മിച്ചത് ഹൈദരലി. പാലരുവി വെള്ളച്ചാട്ടം ഏതു ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ് പാലരുവി വെള്ളച്ചാട്ടം. പാല വംശക്കാർ പ്രോത്സാഹിപ്പിച്ചിരുന്ന മതം ഏതാണ്? ബുദ്ധമതം. അപ്പോൾ എന്താണ് പാലവംശം? അടുത്ത ചോദ്യവും അതിനെ തന്നെ റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ പാലവംശം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അറിയാത്തവർക്ക് വേണ്ടി പറയുന്നു. പാലവംശം AD 750 ഉണ്ടായിരുന്ന ഒരു വംശമാണ് പാലവംശം. അത് ഫൗണ്ടർ എന്ന് പറയുന്നത് ഗോപാല എന്നാണ്. ഫൗണ്ടഡ് ബൈ ഗോപാല. അവരുടെ മെയിനായിട്ടുള്ള ഭാഷ സംസ്കൃതവും പാലിയും പ്രാകൃതവും ഒക്കെയാണ്. പാല എന്നാൽ എന്താണ് അർത്ഥം? പാല പ്രൊട്ടക്ടർ എന്നാണ്. പാലിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ അർത്ഥമില്ലേ? പാല അതായത് പാലനം ചെയ്യുന്ന ആൾ, അതാണ് പാല എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പ്രൊട്ടക്ടർ, അതാണ് പാല ഡൈനാസ്റ്റി എന്ന അതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ ഇവർ മെയിനായിട്ടും മഹായാന ബുദ്ധിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതുകൊണ്ടാണ് ചോദ്യം എന്തായിരുന്നു? പാല വംശക്കാർ പ്രോത്സാഹിപ്പിക്കുന്ന മതം ബുദ്ധമതമാണ്. അടുത്തത് നോക്കാം. പാല വംശത്തിലെ ഏറ്റവും മഹാനായ രാജാവ് ആരായിരുന്നു? ധർമ്മപാലൻ. അവരുടെ പേരിലൊക്കെ പാലൻ എന്നുണ്ട് കേട്ടോ, ധർമ്മപാലൻ. അടുത്തത് പാവോ ക്രിസ്റ്റാസ്റ്റസ് എന്നത് ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ്? മയിലിൻ്റെ ശാസ്ത്രനാമമാണ്. പാവോ ക്രിസ്റ്റാസ്റ്റസ് എന്നത് മയിലിൻ്റെ ശാസ്ത്രനാമമാണ്. അടുത്ത ചോദ്യം. പിന്നോക്ക വിഭാഗത്തിൽ നിന്നും രാഷ്ട്രപതിയായ ആദ്യ വ്യക്തി? ഗ്യാനി സെയിൽ സിംഗ് ആണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയാകുന്ന ആദ്യ വ്യക്തി.
ആദ്യ വ്യക്തി ആരാണ്? ഗ്യാനി സെയിൽ സിംഗ് ആണ്. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടാൻ തിരുവിതാംകൂറിൽ സംഘടിപ്പിക്കപ്പെട്ട പ്രക്ഷോഭണം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്ക്, പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ അർഹമായ പ്രാതിനിധ്യം നേടണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ച് നടത്തിയ പ്രക്ഷോഭം ഏതാണ്? നിവർത്തന പ്രക്ഷോഭമാണ്. പിൻകോഡിന് സമാനമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിൽ ഉള്ളത് എന്താണ്? സിപ്പ് കോഡാണ്. സിപ്പ് കോഡാണ് നമ്മുടെ ഇവിടുത്തെ പിൻകോഡിന് സമാനമായിട്ട് അമേരിക്കൻ ഐക്യനാടുകളിലുള്ളത് സിപ്പ് കോഡാണ്. സിപ്പ് കോഡ്. അടുത്ത ചോദ്യം, പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? യമുനയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്ന് പറയപ്പെടുന്ന നദി. യമുന നദിയെയാണ് പുരാണങ്ങളിൽ കാളിന്തി എന്ന് റെഫർ ചെയ്തിരിക്കുന്നത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള ഗവർണർ. 49ാമത്തെ ചോദ്യമാണ്. സിക്കന്ദർ ഭക്ത്. പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ. അപ്പോൾ പദവിയിലിരിക്കെ അന്തരിച്ച ഉപപ്രധാനമന്ത്രി സർദാർ പട്ടേൽ, പദവിയിലിരിക്കെ അന്തരിച്ച കേരള ഗവർണർ സിക്കന്ദർ ഭക്ത്, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് കൃഷ്ണകാന്ത്. ഫിർദൌസി രചിച്ച പ്രധാന കൃതി ഷാനാമ. ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുനെയിൽ. ഫിനോഫ്തലിന് ആസിഡിലുള്ള നിറം എന്താണ്? നിറമില്ല. ഫിനോളിൻ്റെ രാസനാമം എന്താണ്? കാർബോളിക് ആസിഡ്. ഫിറോസാബാദിലെ അശോക സ്തൂപത്തിലെ ലിപി തിരിച്ചറിഞ്ഞ ഗവേഷകൻ ആരാണ്? ജെയിംസ് പ്രിൻസെപ്പ്. ഫിറോസ് ഗാന്ധി അവാർഡ് ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പത്രപ്രവർത്തനം. ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? 90 മിനിറ്റ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോമാണ്. ഫ്ലൂറിൻ കണ്ടുപിടിച്ചത് കാൾ ഷേൽ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്നിവയ്ക്ക് പൊതുവായിട്ട് പറയുന്ന പേരെന്താണ്? ഹാലജൻ. ഫ്ലോറൻസ് നൈറ്റിംഗലുമായി ബന്ധപ്പെട്ട യുദ്ധം ക്രിമിയൻ യുദ്ധം. ഫ്യൂസ് വയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ബനിയൻ മരം എന്ന പേരിൽ കൂടി അറിയപ്പെടുന്ന വൃക്ഷം, ബാനിയൻ ട്രീ എന്നറിയപ്പെടുന്നത് പേരാൽ. ബസ്ര ഏത് രാജ്യത്തിൻ്റെ തുറമുഖമാണ്? ഇറാഖിൻ്റെ തുറമുഖമാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ. അപ്പോൾ ഫിനോളിൻ്റെ രാസനാമം കാർബോളിക് ആസിഡ്. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ആസ്ഥാനം റോം. ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈർഘ്യം 90 മിനിറ്റ്. ബസ്ര ഏത് രാജ്യത്തിൻ്റെ തുറമുഖമാണ്? ഇറാഖിൻ്റെ. ഫ്യൂസ് വെയർ ഏതെല്ലാം ലോഹങ്ങളുടെ സങ്കലനമാണ്? ടിന്നും ലെഡും. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ പറഞ്ഞു നമ്മൾ റോം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആദ്യത്തെ നോവൽ ദുർഗേശ നന്ദിനി. ബഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ജമ്മു കാശ്മീർ. ബർമയുടെ പേര് മ്യാൻമാർ എന്നാക്കിയ വർഷം 1989. ബർമുഡ ഏത് രാജ്യത്തിൻ്റെ ആശ്രിത പ്രദേശമാണ്? യുണൈറ്റഡ് കിങ്ഡം. ബർമയെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തിയ നിയമം 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. അടുത്ത് നോക്കാം. ബരാമതി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കട്ടക്കിൽ. യുദ്ധത്തിൽ 1764 ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തിയത് ആരെയാണ്? മിർ ഖാസിം. ബഹിരാകാശ വാഹനം വിക്ഷേപിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന. ബഹിരാകാശത്ത് പോയ ആദ്യ മുസ്ലിം പ്രിൻസ് സുലൈമാൻ അൽ മസൂദ്. ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4. റഷ്യ സ്പുട്നിക് 1 വിക്ഷേപിച്ചത് അന്നാണ്. അതാണ് ബഹിരാകാശ യുഗത്തിന് തുടക്കം കുറിച്ച തീയതി 1957 ഒക്ടോബർ 4. ബാബർ ഖന്നു യുദ്ധത്തിൽ ആരെ പരാജയപ്പെടുത്തിയത്? റാണ സംഗ്രാം സിംഗിനെ. ബാബറിൻ്റെ ശവകുടീരം കാബൂൾ. ബാബിനുള്ളിൽ തൂക്കുപൂന്തോട്ടം നിർമ്മിച്ച രാജാവ് നെബുക്കത് നെസർ. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളി കേന്ദ്ര നിയമമന്ത്രി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ബാബർ, അലാവുദ്ദീൻ ഖിൽജി, ഫിറോസ് ഷാ തുഗ്ലക് എന്നിവരുടെ രക്ഷാധികാരത്തിൽ കഴിഞ്ഞ പണ്ഡിതൻ അമീർ ഖുസ്രു. ബാൽക്കൻസിലെ പാരീസ് എന്നറിയപ്പെടുന്നത് ബുക്കാറസ്റ്റ്. ബാമിയൻ ബുദ്ധപ്രതിമകൾ ഏത് രാജ്യത്ത് നിന്നായിരുന്നു? അഫ്ഗാനിസ്ഥാൻ. ബാലഗംഗാധര തിലകൻ മറാഠി ഭാഷയിൽ നടത്തിയ പ്രസിദ്ധീകരണം കേസരി. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി. ബാലകലേശം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് ബാലകലേശം രചിച്ചത്. ബാലാമണിയമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മുത്തശ്ശി. ബാമിനി രാജ്യം സ്ഥാപിതമായ വർഷം 1347. ബിലാത്തെ വിശേഷം എന്ന യാത്രാ വിവരണം രചിച്ചത് KP കേശവമേനോൻ. BC 6 ശതകത്തിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്ന 16 മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രബലമായിരുന്നത് ഏതായിരുന്നു? മഗധ. ബീർബലിൻ്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ്.
ബുദ്ധൻ ഇഹലോകവാസം വെടിഞ്ഞ നഗരം കുശിനഗരം. ബുദ്ധമത ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ട ഭാഷ പാലി. ബുദ്ധമതക്കാരുടെ ആരാധനാലയം പഗോഡ. ബുദ്ധമതക്കാരുടെ ഏറ്റവും വലിയ ആരാധനാലയം ഇന്തോനേഷ്യയിലെ ബോറാബുദൂർ. ബുദ്ധമതത്തിൻ്റെ ഏത് വിഭാഗത്തെയാണ് കനിഷ്കൻ പ്രോത്സാഹിപ്പിച്ചത്? മഹായാനം. ബുദ്ധമതത്തിലെ ത്രിരത്നങ്ങൾ ബുദ്ധം, ധർമ്മം, സംഘം. ബുദ്ധൻ്റെ കസിൻ ദേവദത്തൻ. വേറൊരു കസിനും ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അനന്ത. ചോദ്യം: ഭരണഘടന എന്ന ആശയം ഏതു രാജ്യത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്? ബ്രിട്ടൻ. ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ യഥാർത്ഥ നിർവഹണ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ക്യാബിനറ്റിലാണ്. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയുടെ പരമാവധി അംഗസംഖ്യ 250. ഭാരതത്തിന് പ്രത്യേക നിയോജക മണ്ഡല സംവിധാനം നടപ്പിൽ വരുത്തിയ നിയമപരിഷ്കാരം ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909. ഭാരതീയ ഭാഷകളിൽ ആദ്യമായിട്ട് മഹാകാവ്യം രൂപം കൊണ്ട ഭാഷ ഏതാണ്? സംസ്കൃതത്തിലാണ്. പ്രിവി പേഴ്സ് എന്താണെന്നറിയാലോ? നാട്ടുരാജാക്കന്മാർക്ക് നൽകി വന്നിരുന്ന ആനുകൂല്യമാണ് പ്രിവി പേഴ്സ് എന്ന് പറയുന്നത്. നിർത്തലാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പേഴ്സ് നിർത്തലാക്കിയത്. പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ. ബ്രാഹ്മണങ്ങൾ എന്നാൽ എന്താണ്? വ്യാഖ്യാനങ്ങളാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. ബ്രിട്ടനിലെത്തിയ ആദ്യ ബ്രാഹ്മണൻ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷം 1852. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണ്? K. സുരേന്ദ്രൻ. 1893 ചിക്കാഗോയിൽ നടന്ന മതസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരതീയൻ സ്വാമി വിവേകാനന്ദൻ. മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. സെലക്റ്റഡ് ആയിട്ടുള്ളത് ഒന്നുകൂടി പറയാം. ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ 250 ബ്രാഹ്മണങ്ങൾ എന്നാൽ എന്താണ്? വേദവ്യാഖ്യാനങ്ങളാണ്. ബ്രിട്ടനിലെത്തിയ ആദ്യ ബ്രാഹ്മണൻ ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കി ഗുരു എന്ന നോവൽ രചിച്ചത് K. സുരേന്ദ്രനാണ്. മലയാള മനോരമയുടെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അവസാനത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമൻ. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ് APJ അബ്ദുൽ കലാമാണ്. അവിവാഹിതനായ ഏക ഇന്ത്യൻ പ്രസിഡന്റ്. അക്ബർ നിരോധിച്ച ജസിയ നികുതി പുനഃസ്ഥാപിച്ച മുഗൾ ചക്രവർത്തി ഔറംഗസേബ്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത്. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് തോമസ് കുക്ക്. ആധുനിക കാർട്ടൂണിൻ്റെ പിതാവ് വില്യം ഹൊഗാർത്ത്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗ. യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരം മോസ്കോ. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരവേദി മോണ്ടിവിഡിയോ. ആദ്യത്തെ ലോകകപ്പ് ഹോക്കി നടന്ന സ്ഥലം ബാർസിലോണ. ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഇന്ത്യൻ പ്രസിഡന്റായ ഏക ശാസ്ത്രജ്ഞൻ APJ അബ്ദുൽ കലാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രി മൊറാർജി ദേശായി. അപ്പോൾ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി മൊറാർജി ദേശായിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയും മൊറാർജി ദേശായിയാണ്. ആധുനിക വിനോദസഞ്ചാരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തോമസ് കുക്ക്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? വോൾഗ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകമാണ്. ഇന്ത്യയിൽ ബൈസക്കിൾ നഗരം എന്നറിയപ്പെടുന്നത് ലുധിയാന. ഇന്ത്യയുടേതായ ഒരു ദേശീയ പതാക ജർമ്മനിയിലെ സ്റ്റഡ്ഗർട്ടിൽ ഉയർത്തിയത് മാഡം ഭിക്കാജി കാമ. തുടർന്ന് പഠിക്കാം. ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആസ്ഥാനം ജനീവ. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആദംസ്. രാഷ്ട്രകൂടവംശത്തിൻ്റെ തലസ്ഥാനം മാന്യഖേദ. രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണത്തിൽ 2ാം സ്ഥാനം മഹാരാഷ്ട്ര. രാജ്യസഭാ അംഗമായിരിക്കെ കേരള മുഖ്യമന്ത്രിയായ രണ്ടാമത്തെ വ്യക്തി AK ആൻ്റണി. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് T-11 ആണ്. 2ാം ജിനൻ എന്നറിയപ്പെടുന്നത് ആര്യ സുധർമ്മൻ. 2ാം ജൈനമത സമ്മേളനം നടന്ന വർഷം AD 512. ലെജിസ്ലേറ്റീവ് കൗൺസിലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കർണാടകം, ആന്ധ്രാപ്രദേശ്. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദം. ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടനയുള്ള രാജ്യം USA. ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ഏത് രാജ്യത്തിൻ്റേതാണ്? ജപ്പാൻ. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. ഒന്നുകൂടി പറയാം.
രാഷ്ട്രകൂട വംശത്തിൻ്റെ തലസ്ഥാനം മാന്യഖേദ. രാകേഷ് ശർമ്മ ബഹിരാകാശത്ത് പോയ പേടകം സോയൂസ് T-11 ആണ്. രണ്ടാം ജിനൻ എന്നറിയപ്പെടുന്നത് ആര്യസുധർമ്മൻ. ഏറ്റവും പഴക്കമുള്ള മതഗ്രന്ഥം ഋഗ്വേദം. ഏറ്റവും പഴക്കമുള്ള ഫെഡറൽ ഭരണഘടന USA. ഏറ്റവും പഴക്കമുള്ള ദേശീയ ഗാനം ജപ്പാൻ്റെ. ഏറ്റവും വലിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം ബ്രസീൽ. ഏറ്റവും വലിയ ലിംഫ് ഗ്രന്ഥി സ്പ്ലീൻ. ഏറ്റവും വലിയ കണ്ണുള്ള ജീവി ഏതാണ്? ഭീമൻ കണവ. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. ഏറ്റവും വലിയ സസ്തനി തിമിംഗലം. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവിയർ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ത്യ ഗേറ്റ്. ഏറ്റവും വലിയ സമുദ്രം പസഫിക്. ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസവിക്കുന്ന ജന്തു നീലത്തിമിംഗലം. ഏറ്റവും വലിയ സസ്തനി തിമിംഗലം. ഏറ്റവും വലിയ സാർക്ക് രാജ്യം ഇന്ത്യ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മണൻ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇപ്പോൾ അറിയപ്പെടുന്ന ഇന്ത്യ ഗേറ്റ്. വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആറന്മുളയിലാണ് വാസ്തുവിദ്യാ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈയാണ്. ഓഹരി വ്യാപാരം ഏറ്റവും കൂടുതൽ നടക്കുന്ന ഇന്ത്യൻ നഗരം മുംബൈ. ഓങ് സാൻ സൂചി ഏത് രാജ്യത്തിൻ്റെ നേതാവാണ്? മ്യാൻമാർ. ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡാണ് ഓടക്കുഴൽ അവാർഡ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പ്. ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അതായത് ATM, ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ, അതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വോൾട്ടർ റിഡ്സൺ ആണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവിനനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസം. ഒന്നുകൂടി പറയാം. ഓരോരുത്തരിൽ നിന്നും അവരുടെ കഴിവനുസരിച്ച്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഈ തത്വം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കമ്മ്യൂണിസം. വൈറ്റമിൻ B1 ശാസ്ത്രനാമം തയമിൻ. വൈറ്റമിൻ B1 കുറവ് മൂലമുണ്ടാകുന്ന അസുഖം ഏതാ? ബെറിബറി. ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി വള്ളത്തോളാണ് ശബ്ദസുന്ദരൻ എന്നറിയപ്പെട്ട മലയാള കവി. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം അയ്യങ്കാളി. അപ്പോൾ ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ആരാണ് കണ്ടുപിടിച്ചത്? വോൾട്ടർ റിഡ്സൺ ആണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് G ശങ്കരക്കുറുപ്പാണ്. ഓടി വിളയാട് പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി. കല്ലുമാല സമരം ആരാ നയിച്ചത്? അയ്യങ്കാളി. കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാം എന്ന് കണ്ടുപിടിച്ചത് ആരാണ്? മൈക്കൽ ഫാരഡെ. കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? AR രാജരാജവർമ്മയാണ് കുമാരനാശാൻ്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്. ഈ AR രാജരാജവർമ്മയുടെ വിയോഗത്തിൽ ദുഃഖം കാരണം ദുഃഖം രേഖപ്പെടുത്താനായിട്ട് അദ്ദേഹം ഒരു കവിത രചിച്ചിട്ടുണ്ട്. അത് ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ്, ഉജ്ജയിനി, നാസിക്. കൂനൻ കുരിശ് സത്യം ഏത് വർഷമാണ്? AD 1653. AD 1653. ശൃംഗേരി മഠം സ്ഥാപിച്ചത് ശങ്കരാചാര്യർ. ക്നായി തൊമ്മൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ക്രിസ്ത്യാനികൾ കേരളത്തിൽ വന്ന വർഷം AD 345. ഷാജഹാന്റെ ശവകുടീരം എവിടെയാണ്? ആഗ്ര. സപ്തശതകം രചിച്ച ശതവാഹന രാജാവ് ഹാലൻ. സബർമതിയിലെ സന്യാസി എന്നറിയപ്പെടുന്നത് മഹാത്മാഗാന്ധിജി. ഗബ്രിയേൽ ഗാർസിയ മാർക്കേസ് ഏത് രാജ്യക്കാരനാണ്? കൊളംബിയ. സന്താനഗോപാലം രചിച്ച ഭക്തകവി പൂന്താനം. സമതാസ്ഥൽ ആരുടെ സമാധിയാണ്? ജഗ്ജീവൻ റാം. സ്വർണത്തിൻ്റെയും വജ്രത്തിൻ്റെയും നാട് എന്നറിയപ്പെടുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. സ്വയം ചലിക്കാത്ത ജന്തു സ്പോഞ്ച്. ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏതു രാജ്യത്താണ്? മെക്സിക്കോ. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. തൈക്കാട് റെസിഡൻസിയുടെ മാനേജറായിരുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യാഗുരു. യേശുക്രിസ്തു ജനിച്ച വർഷം BC 4. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്.
അപ്പോൾ കാന്തശക്തി വൈദ്യുത ശക്തിയാക്കി മാറ്റാമെന്ന് കണ്ടുപിടിച്ചതാരാ? മൈക്കിൾ ഫാരഡെ. കുമാരനാശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് AR രാജരാജവർമ്മ. ശൃംഗേരി മഠം സ്ഥാപിച്ചതാരാണ്? ശങ്കരാചാര്യർ. സബർമതിയിലെ സന്യാസി മഹാത്മാഗാന്ധി. സന്താനഗോപാലം രചിച്ച ഭക്തകവി പൂന്താനം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. ഏർക്കാട് ഏത് സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ്? തമിഴ്നാട്. അടുത്ത ചോദ്യം നോക്കാം. രോഗങ്ങളുടെ രാജാവ് ക്ഷയം. ലോങ് വോക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര എന്ന ആത്മകഥ എഴുതിയത് ആരാണ്? നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണ് ലോങ് വോക്ക് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര. വേൾഡ് വൈഡ് വെബ് പ്രവർത്തിപ്പിക്കുന്നതിൽ പ്രമുഖ പങ്ക് വഹിച്ച ശാസ്ത്രജ്ഞൻ ടിം ബെർണാഡ് ലീ. കേരള ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകൻ പൊയ്കയിൽ അപ്പച്ചൻ. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയാണ്. കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവിക്കുളം. അപ്പോൾ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ, ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം, ആദ്യത്തെ ആയുർവേദ കോളേജും തിരുവനന്തപുരം, ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവിക്കുളം. കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? EK നയനാർ. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബാലകൃഷ്ണപിള്ളയാണ് കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ. കോവൈ എക്സ്പ്രസ് ചെന്നൈ ഏത് നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏതു നഗരവുമായി ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂർ. കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡൻ്റായത് ഏത് വർഷമാണ്? 1810. AD 1810 കേണൽ ജോൺ മൺറോ തിരുവിതാംകൂറിലും കൊച്ചിയിലും റെസിഡൻ്റായത്. ഖേത്രി ഖനിയിൽ നിന്ന് ലഭിക്കുന്ന ലോഹം ചെമ്പ്. ഷോളാപൂർ ഏത് വ്യവസായത്തിന് പ്രസിദ്ധമാണ്? പരുത്തി തുണിത്തരങ്ങൾ. സോഡിയം വേപ്പർ ലാമ്പ് ഏത് നിറത്തിൽ പ്രകാശിക്കും? മഞ്ഞ. സോണിപ്പത്ത് എന്ന സ്ഥലം എന്തിന് പ്രസിദ്ധമാണ്? സൈക്കിൾ. ഹോമിനിഡെ കുടുംബത്തിലെ വംശനാശ ഭീഷണി നേടാത്ത ഏകജീവി മനുഷ്യനാണ്. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം ഇംഗ്ലണ്ടാണ്. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ച രാജ്യം. തമിഴ്നാട്ടിൽ C. രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? G. രാമചന്ദ്രൻ. തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗരത്തിനെതിരെ ഒരുമിച്ച് എതിർത്ത രാജ്യങ്ങൾ? അഹമ്മദ് നഗർ, ബീജാപ്പൂർ, ഗോൽക്കൊണ്ട, ബീദാർ. തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായിട്ട് ചലച്ചിത്രമായത്? രണ്ടിടങ്ങഴി എന്ന നോവലാണ് ആദ്യമായിട്ട് ചലച്ചിത്രമായത്. തിരുവനന്തപുരത്തിനടുത്ത് അന്താരാഷ്ട്ര പ്രശസ്തി ആർജിച്ച വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? കോവളം. അപ്പോൾ കേരളം സമ്പൂർണ്ണ സാക്ഷരത നേടിയപ്പോൾ ആരായിരുന്നു മുഖ്യമന്ത്രി? EK നയനാർ. കേസരി പത്രം സ്ഥാപിച്ചത് ബാലകൃഷ്ണപിള്ള. കോവൈ എക്സ്പ്രസ് ചെന്നൈയെ ഏത് നഗരവുമായിട്ട് ബന്ധിപ്പിക്കുന്നു? കോയമ്പത്തൂരുമായിട്ട്. ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ. ആദ്യത്തെ ആയുർവേദ കോളേജ് തിരുവനന്തപുരം. ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം. ആദ്യത്തെ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം. ഇനി ഷോളാപൂർ ഏത് വ്യവസായത്തിനാണ് പ്രസിദ്ധം? പരുത്തി തുണിത്തരങ്ങൾക്ക് പ്രസിദ്ധമാണ്. തപാൽ സ്റ്റാമ്പ് ആരംഭിച്ചത് ഇംഗ്ലണ്ടാണ്. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ 200 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവരോട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.